നമ്മുടെ സഹകരണ മേഖലയിൽ ഇന്ന് ഒരു പുതിയ കാഴ്ചപ്പാടും കാൽവെപ്പും പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പാക്കുന്ന ആശ്വാസ പദ്ധതി തീർച്ചയായിട്ടും വായ്പ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 8 പതിറ്റാണ്ടിലധികമായി പ്രവർത്തന പാരമ്പര്യമുള്ള അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പുത്തനങ്ങാടി ശാഖയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. പുത്തനങ്ങാടി പ്രദേശത്തെ സഹകരണ മേഖലയുടെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പുത്തനങ്ങാടി ശാഖയുടെ ഉദ്ഘാടനത്തെ ഏവരും നോക്കിക്കാണുന്നത്. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പുതിയ ബാങ്കിന്റെ ലക്ഷ്യം. പുത്തനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ പുതിയ ശാഖയ്ക്ക് കഴിയുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. പുത്തനങ്ങാടി JB മാളിൽ നടന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തനങ്ങാടി മേഖലയിലെ നിക്ഷേപകർക്കും വായ്പാ ഉപഭോക്താക്കൾക്കും കൂടുതൽ മികച്ചതും ആധുനികവുമായ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശാഖ നവീകരിച്ചതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നവീകരിച്ച ബ്രാഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ മേഖലയിൽ ഇന്ന് ഒരു പുതിയ കാഴ്ചപ്പാടും കാൽവെപ്പും പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാലമായി നമുക്കറിയാം, ഇന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പാക്കുന്ന ആശ്വാസ പദ്ധതി തീർച്ചയായിട്ടും വായ്പ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് UDF ഗവൺമെൻറ് നടപ്പാക്കുന്നത്. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ലിജു പ്രത്യേകം താല്പര്യമെടുത്ത് ഈ പ്രോഗ്രാം ഉൾപ്പെടെ ഒട്ടനവധി പരിപാടികൾ സഹകരണ മേഖലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായും സഹകരണ മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹകരണ ബാങ്കുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ബാങ്കുകളാണ്. ജനങ്ങളുടെ വിശ്വാസവും ഡയറക്ടർ ബോർഡിൻ്റെ ഭരണസമിതിയുടെ ജനങ്ങളുടെ വിശ്വാസവുമാണ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ലോകത്താകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും നമ്മുടെ സഹകരണ ബാങ്കുകൾ നിലനിന്നത് ആ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ സഹകരണ മേഖലയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് കേരളത്തിൽ. അതിലേറ്റവും പ്രത്യേകിച്ച് സഹകരണ ബാങ്ക്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ബാങ്കാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്ക് എന്ന് എനിക്കറിയാം. ഞാൻ ഈ പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലം മുതൽ ഈ ബാങ്ക് ഇവിടെ സജീവമാണ്. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പുതിയ ബാങ്ക്, പുതിയ ബ്രാഞ്ച്, നവീകരിച്ച ബ്രാഞ്ച്, ഇതെല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഇവിടെ തുറക്കുന്നത്. അതൊക്കെ ബാങ്കിലെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യം ഒരുക്കുന്നതിന് ഈ ഭരണസമിതി കാണിക്കുന്ന താല്പര്യമാണ്. അതിനെ ഞാൻ പ്രത്യേകം ഭരണസമിതിയെ ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ആകർഷകമായ
വിപുലമായ നിക്ഷേപ പദ്ധതികൾ, വിവിധതരം വായ്പാ സ്കീമുകൾ, മൊബൈൽ ബാങ്കിംഗ് സംവിധാനം, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കാനുള്ള സംവിധാനം, RTGS, നെഫ്റ്റ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉപഭോക്തൃ സൗഹൃദ സംവിധാനങ്ങൾ, നവീന ബാങ്കിംഗ് സൗകര്യങ്ങൾ, സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പുതിയ ക്രമീകരണങ്ങൾ എന്നിവയും ചടങ്ങിൽ പരിചയപ്പെടുത്തി. മങ്കട നിയോജക മണ്ഡലം MLA മഞ്ഞളാംകുഴി അലി അധ്യക്ഷനായിരുന്നു. 1946 അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഐക്യ നാണയ നിധി എന്നുള്ള പേരിൽ ഇവിടെ സ്ഥാപനം ആരംഭിച്ച് അന്ന് ഇതിനെ മേൽനോട്ടം വഹിച്ചിരുന്ന MP ഗോവിന്ദമേനോനായിരുന്നു എന്നാണ് നമ്മുടെ രാധാകൃഷ്ണൻ മാഷ് പറഞ്ഞത്. അതിനുശേഷം ഈ ബാങ്ക് ഓരോരോ പടികൾ ചവിട്ടി കയറി ഇന്ന് കേരളത്തിൽ തന്നെ നല്ലൊരു ബാങ്കായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. ഇതിനേക്കാളും ഉഷാറായിരുന്നു മുൻകാലങ്ങളിലെന്ന് വെച്ചാൽ ആയിരുന്നു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനേക്കാളും ഉഷാറായിരുന്നു നമ്മുടെ അങ്ങാടിപ്പുറം ബാങ്ക്. പക്ഷെ പെരിന്തൽമണ്ണ ടൗണാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ അധികം ആൾക്കാർ ഇപ്പോൾ പിന്നെ ആ ഭാഗത്താണ്, അതുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ കൂടുതൽ നടന്നു. എന്നിരുന്നാൽ ഇവിടെയും മോശമല്ല. 262 കോടി രൂപയോളം ഡെപ്പോസിറ്റ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. 262 കോടി റുപ്യ അങ്ങാടിപ്പുറത്തുള്ള ഒരു ചെറിയ സർവീസ് സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴേ അതൊരു വലിയ സംഖ്യ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ എന്നെ സങ്കടപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ അതിൽ 160 കോടി മാത്രമേ നമ്മൾ കടമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളൂ. അത് ശരിയല്ല എന്നാണ് മാഷേ ഒരു സഹകാരി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സഹകാരി നമ്മൾ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആ ബാങ്കിന്റെ പ്രവർത്തനം നമ്മളിവിടെ ലാഭം ഉണ്ടാക്കാനല്ല, ലാഭം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് ഉണ്ടാവുന്നത്. നമ്മൾ ലാഭം ഉണ്ടാക്കുക, അങ്ങോട്ട് വെട്ടിയിൽ കൂട്ടിയൊക്കെ ലാഭം കുറെ കൂടി എന്ന് പറയുന്നതല്ല. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലേക്ക് ഈ സംഗതികൾ കൊടുക്കുക, സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിനുള്ളൊരു നല്ല പേരുണ്ടാവുള്ളൂ, അവർക്ക് ഗുണമുണ്ടാവൂ. ബാങ്ക് സെക്രട്ടറി K. പ്രീതി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു, വെറും ലാഭം മാത്രമല്ല നമ്മുടെ ബാങ്കിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ ബാങ്കിൽ നിന്ന് ലാഭം കിട്ടുന്നതിന്റെ ഒരു വിഹിതം നമ്മുടെ മെമ്പർമാർക്കാണെങ്കിലും നാടിന്റെ പ്രവർത്തനത്തിനാണെങ്കിലും ഒക്കെ മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം C. സുകുമാരൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് അംഗം അനിൽ പുലിപ്ര, ഹാരിസ് കളത്തിൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞു മൊയ്തീൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ സിദ്ദിഖ് അക്ബർ, ഓഫീസ് ഇൻസ്പെക്ടർ ശ്രീ ജോൺ മാത്യു, ബാങ്ക് വൈസ് പ്രസിഡന്റ് ആന്റണി വാത്താച്ചിറ, ബാങ്ക് ഡയറക്ടർ KS അനീഷ് കുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് അംഗം അബ്ദുൾ ജബ്ബാർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹരി A, ബ്രാഞ്ച് മാനേജർ ജൌഷത്ത് NP, ബാങ്ക് ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ കൂടാതെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സഹകരണ മനോഭാവത്തോടെ നാടിന്റെ വികസനത്തിന് കൈകോർക്കാൻ തയ്യാറായി തുടങ്ങിയ ഈ പുതിയ ശാഖ നാടിന്റെ പുരോഗതിയിൽ ഒരു പുതിയ അധ്യായം തീർക്കുമെന്ന് ഉറപ്പാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ.